ഹായ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വെയിറ്റ് ലോസ് ജേണി വീഡിയോ ആണ് പറയാൻ പോണത്. ആക്ച്വലി 2-3 വീഡിയോയിലായിട്ട് എങ്ങനെയാണ് വെയിറ്റ് കുറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജസും അതുപോലെ തന്നെ കമൻസും കണ്ടായിരുന്നു. ഞാൻ മുമ്പ് ആക്ച്വലി വെയിറ്റ് ലോസ് ജേണി എന്ന് പറഞ്ഞിട്ട് ഞാൻ 6 മാസത്തിൽ എന്തൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് നമ്മൾ പാർട്ടായിട്ട് ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ആക്ച്വലി ഒരു ലാസ്റ്റ് 2-3 വീക്സായിട്ട് അധികം ഡയറ്റും അങ്ങനത്തെ ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നില്ല. ഞാനൊരു 2 കിലോ കൂടി. ഭയങ്കര സ്ട്രെസ്സായിരുന്നു 2-3 ആഴ്ചയായിട്ട്. അതുപോലെ തന്നെ കണ്ടിന്യൂസ് നൈറ്റ് ഡ്യൂട്ടി വന്നു. ലീവ് എടുക്കുന്നതിൻ്റെ ഇതായിട്ട് ഈ ലീവിൻ്റെ സമയത്ത് നൈറ്റ് ഡ്യൂട്ടി ഒക്കെ അടുപ്പിച്ചിട്ട് വന്നു. ആക്ച്വലി നമ്മുടെ ഉറക്കം ആ വീഡിയോയിലൊക്കെ ഞാൻ പറയണത് ഉറക്കം കറക്റ്റ് ആക്കണം, വെള്ളം കറക്റ്റ് കുടിക്കണം, അതുപോലെ തന്നെ സ്ട്രെസ്സേഴ്സ് കുറയ്ക്കണം. അപ്പോൾ ഞാൻ ഓൾറെഡി കഴിഞ്ഞ വെയിറ്റ് ലോസ് ജേണി വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഉറക്കം, അതുപോലെ തന്നെ ഈ സ്ട്രെസ്സേഴ്സ്, അതുപോലെ തന്നെ നമ്മൾ വെള്ളം കുടിക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ നമ്മുടെ തടി കൂടുന്നതിനെ എഫക്റ്റ് ചെയ്യുമെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് എനിക്ക് ലാസ്റ്റ് 2-3 വീക്സിൽ സംഭവിച്ചത്. ലാസ്റ്റ് 2-3 വീക്സിൽ ഞാൻ 2 kgs കൂടി. കാരണം എന്താ വെച്ചാൽ നൈറ്റ് ഡ്യൂട്ടി കണ്ടിന്യൂസ് വന്നു ഈ ലീവ് എടുക്കണ കാരണം. അതുപോലെ തന്നെ ഡയറ്റ് അത്ര ഫോളോ ചെയ്തില്ല. അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യാൻ സമയം കിട്ടിയില്ല. ചെറുതാണെങ്കിലും ആ എക്സസൈസ് ചെയ്യണത് ഇമ്പോർട്ടൻ്റ് ആണ്. വാക്കിംഗ് ആണെങ്കിലും ആ ഒരു വാക്കിംഗ് ചെയ്യണത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കണ്ടിന്യൂ ചെയ്തിട്ട് പോവുക. അതുപോലെ തന്നെ ഇത്തിരി വലിയ ഗ്യാപ്പായി പോയി. ഇടയിൽ ചീറ്റ് ഡേയ്സ് എടുക്കണതും ഇടയ്ക്ക് മടി പിടിച്ചിട്ട് അല്ലെങ്കിൽ വയ്യാണ്ടായിട്ട് ഒന്നും ചെയ്യാണ്ടിരിക്കണമൊക്കെ ഓക്കെ. പക്ഷേ ഇതൊക്കെ ഒരു ഫാക്ടറാണ്. ഇതും കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും ആ ഒരു വെയിറ്റ് ലോസ് ജേണിയിലേക്ക് തന്നെ പോവും. പക്ഷെ കണ്ടിന്യൂ ചെയ്യണം. ഇടയിലൊരു ഗ്യാപ്പ് വന്നാൽ നമുക്ക് വീണ്ടും മടി വരും. അതാണ് പ്രശ്നം. പിന്നെ അതുപോലെ തന്നെ വെയിറ്റ് ലോസിൻ്റെ കാര്യം നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് ലൈഫ് ലോങ് കൊണ്ട് നടക്കാൻ പറ്റുന്ന പോലത്തെ ഒരു വെയിറ്റ് ലോസ് ജേണി നമ്മൾ എടുക്കുക. ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു കൊല്ലം എടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മളത് വിടും, വീണ്ടും തടി കൂടും. അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകണം നമ്മൾ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഓൾറെഡി നമ്മൾ 5 മിനിറ്റ് നടത്താൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5 to 10 മിനിറ്റ് നടത്താൻ മോർണിംഗും ഈവനിങ്ങും സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫ്ലൂയിഡ് റെസ്ട്രിക്ഷൻ ഒന്നും ഡോക്ടർമാർ പറയാത്ത ആൾക്കാർ, അതായത് കിഡ്നിക്ക് പ്രോബ്ലം ഇല്ലാത്ത ആൾക്കാർ, ഹാർട്ടിന് പ്രോബ്ലം ഇല്ലാത്ത ആൾക്കാർ, അതുപോലെ തന്നെ ലിവറിന് പ്രോബ്ലം ഇല്ലാത്ത ആൾക്കാർ, അവർക്കൊക്കെ ഡെയിലി ഇത്ര ഫ്ലൂയിഡ് മാത്രമേ കഴിക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ അല്ലാത്ത ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർ നന്നായിട്ട് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. മറ്റവർ ഡോക്ടർ പറഞ്ഞനുസരിച്ചിട്ടുള്ള വെള്ളം മാത്രം കുടിക്കുക. അതുപോലെ തന്നെ ഡെയിലി ഓരോ മസിൽസിനെയും സ്ട്രെച്ചിങ്ങും, അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബൊക്കെ നോക്കിയ ഓരോ സ്ട്രെച്ചിങ് എക്സസൈസുകളും, അതുപോലെ തന്നെ ഓരോ മസിലുകൾക്കുള്ള എക്സസൈസുകൾ കാണിച്ചു തരും. അത് എല്ലാ ദിവസവും നമുക്ക് ചെയ്യാനൊന്നും പറ്റിയെന്ന് വരില്ല. പറ്റുന്ന ആൾക്കാർക്ക് നന്നായി, അല്ലെങ്കിൽ പറ്റണ പോലെ നമ്മൾ നിർബന്ധം പിടിച്ചിട്ട് ഇന്നതൊക്കെ ഒരു ദിവസത്തിൽ ചെയ്ത് തീർക്കുന്നൊന്നുമില്ല. നമുക്ക് പറ്റുന്ന പോലെ 2 എക്സസൈസാണ് ഒരു ദിവസം ചെയ്യാൻ പറ്റുന്നത്. 2 എക്സസൈസ് ചെയ്യുക. വൈകിട്ടും 2 എക്സസൈസ് ചെയ്യാൻ പറ്റിയത് നന്നായി. അതുപോലെ തന്നെ ജോയിൻറ്റിന് മൂവ്മെൻറ്റ്സ് കൊടുക്കണ പോലത്തെ എക്സസൈസ് ചെയ്താൽ നന്നാവും. കാരണം കുറച്ചൊരു ഏജ്, ഒരു 35-40 ഏജൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ജോയിൻറ്റ് സ്റ്റിഫ്നെസ് ആവും. അത് നോർമലായിട്ടുള്ള ആൾക്കാർ, ഇന്നേ പോലത്തെ ലിഗമെന്റ് ഇഞ്ചുറി ഒക്കെ വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് ജോയിൻറ്റ് സ്റ്റിഫ്നെസ് വരും. അപ്പോൾ ജോയിൻറ്റിനൊക്കെ ഒരു ജോയിൻറ്റിന് മൂവ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ സ്റ്റിഫ്നെസ് വരാണ്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. അത് യോഗയൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. യോഗ ചെയ്യുമ്പോൾ നമ്മുടെ ജോയിൻറ്റ്സിനൊക്കെ ഫ്ലെക്സിബിലിറ്റി കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ യോഗ ചെയ്യണത് നല്ലതാണ്. അതുപോലെ തന്നെ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴും നമുക്ക് ഒരു ഹാപ്പി ആവാനും ചാൻസ് ചെയ്യും. ഈ ഹെൽത്തി ആയിട്ടുള്ള ഈ ഡയറ്റ് എക്സസൈസൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മെൻ്റൽ ഹെൽത്തിനെയും അത് ഭയങ്കരമായിട്ട് നല്ല കാര്യമാണ്. നമ്മളതിനെ ഹാപ്പി ആക്കാൻ സഹായിക്കും. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, ആദ്യത്തെ സ്റ്റെപ്പുകളാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഉറക്കം, ഞാൻ പറഞ്ഞു 10 മണി to 4 മണിയുള്ള ഉറക്കം ഇമ്പോർട്ടൻ്റ് ആണ്. 10 മണിക്ക് കിടന്നില്ലെങ്കിൽ ഒരു 12 മണിക്ക് കിടന്നിട്ട് 4 മണി വരെയുള്ള ഉറക്കം ശ്രദ്ധിക്കാൻ നോക്കുക. ആ ഒരു മിനിമം 4 മണിക്കൂറെങ്കിലും ആ ഒരു സമയം. അത് കാലത്ത് നിങ്ങൾ ഫുൾ ടൈം കിടന്നുറങ്ങിയെന്ന് പറഞ്ഞിട്ടും ഈ ഒരു ഗുണം കിട്ടില്ല. അപ്പോൾ അതും ആക്ച്വലി നമ്മുടെ സ്ട്രെസ് ഹോർമോൺസ് കുറയ്ക്കാനും അതുപോലെ തന്നെ തടി കുറയ്ക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. രാത്രിയിലത്തെ ഉറക്കം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ രാത്രിയിലത്തെ ഭക്ഷണം നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ നന്നായി. ഒഴിവാക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു 6:30 ആകുമ്പോഴേക്കും അല്ലെങ്കിൽ 6 ആകുമ്പോഴേക്കും ഭക്ഷണം കഴിക്കുക. ഒരു 4 മണിക്കൂർ കിടക്കണാണ്ടും ഒരു 4 മണിക്കൂർ മുമ്പ് ഭക്ഷണം കഴിക്കുക. അതും ലൈറ്റായിട്ടുള്ള ഫുഡ് കഴിക്കാൻ നോക്കുക. അതും നമ്മുടെ നമ്മുടെ വെയിറ്റ് കുറയ്ക്കാനും അതുപോലെ തന്നെ ഈ ഗാസ്ട്രോഇസോഫേജിയൽ റിഫ്ലക്സ് ഡിസീസ്, അതായത് നമുക്കിങ്ങനെ പുളിച്ചു തേട്ടൽ,
അതുപോലെ തന്നെ ഈ നെഞ്ചരിച്ചിലൊക്കെ രാത്രി വരാണ്ടിരിക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. സോ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ വെള്ളം നന്നായിട്ട് കുടിക്കുക, ആ കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ ഭയങ്കര സ്ട്രെസ്സുള്ള കണ്ടീഷനാണെങ്കിൽ അവിടെ നിന്നൊന്ന് മാറി നിൽക്കും. ആക്ച്വലി അങ്ങനത്തെ ഒരു സ്ട്രെസ്സിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ തന്നെ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് ബോഡിക്കൊരു എന്താ പറയുക, സ്ട്രെസ് ഹോർമോൺസ് കാരണമുള്ള പ്രശ്നങ്ങൾ മാറി കിട്ടും. ഓക്കെ, ഇതൊക്കെയാണ് ഇന്നത്തെ വെയിറ്റ് ലോസ് ജേണിയിൽ പറയാൻ പോകുന്നത്. അടുത്ത കാര്യങ്ങൾ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് എപ്പോഴും പറയാറുള്ളൂ. കഴിഞ്ഞ വീഡിയോ ഓൾറെഡി ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വീണ്ടും കുറേ പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആക്ച്വലി ഞാനിപ്പോൾ വെയിറ്റ് കൂടി കൊടുക്കുകയാണ്, അത് ഞാൻ ഒന്നുകൂടി പറയാണ്. അത് 2-3 ആഴ്ചത്തെ എൻ്റെ മര്യാദയ്ക്കില്ലാത്ത പോക്ക് കാരണം തടി കൂടിയതാണ്. ഡയറ്റും ഇല്ല, എക്സസൈസും ഇല്ല, അതുപോലെ തന്നെ ഉറക്കും കറക്റ്റ് ഇല്ല. അതുകൊണ്ട് ഉണ്ടായ സംഭവമാണ്. അപ്പോൾ ഈ സംഭവമൊക്കെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് തടി കുറയാൻ. അതും ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഫിസിക്കലി ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതുപോലെ തന്നെ മെൻ്റലിയും ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ ശരിയാക്കിയാൽ നമ്മൾ ഓവറോൾ നമുക്കൊരു ലൈഫ് നന്നായിരിക്കും. ഓക്കെ, ബൈ.